ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ യു.എസ്. സൈന്യം വിജയകരമായി പ്രതിരോധിച്ചതായും ഇതിന് തിരിച്ചടിയായി ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയതായും യു.എസ്. സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ബഹ്റൈനിലെ യു.എസ്. നാവികസേനയുടെ 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും മേഖലയിലെ മറ്റൊരു വ്യോമതാവളവും തങ്ങൾ ആക്രമിച്ചെന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അവകാശവാദം യു.എസ്. സൈന്യം പൂർണ്ണമായി നിഷേധിച്ചു. മേഖലയിലെ അയൽരാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടെങ്കിലും അവയൊന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയില്ലെന്ന് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ആക്രമണ ശ്രമങ്ങൾക്ക് മറുപടിയായി ഗഷം ദ്വീപിലെ സൈനിക കേന്ദ്രത്തിൽ ആക്രമണങ്ങൾ നടത്തിയതായും യു.എസ്. സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. കുവൈത്തിന് നേരെ തൊടുത്ത 2 ഇറാനിയൻ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തുന്നതിനു മുൻപ് തകരുകയോ തെന്നിമാറുകയോ ചെയ്തു. ബഹ്റൈനു നേരെ വിക്ഷേപിച്ച 3 മിസൈലുകൾ യു.എസിന്റെയും ബഹ്റൈന്റെയും വ്യോമപ്രതിരോധ സേന ഉടൻ തന്നെ വെടിവെച്ചിട്ടു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം പ്രതിരോധിച്ചതായി കുവൈറ്റ് സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ രാജ്യാന്തര ജലാതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സിവിലിയൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ വിക്ഷേപിച്ച 3 ആക്രമണ ഡ്രോണുകളും യു.എസ്. സൈന്യം വെടിവെച്ചിട്ടതായി സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി.